ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിന് എന്നത് പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിക്കായിട്ട് രേവതി കലക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് കുടിച്ച് ചന്ദ്ര ആകെ അവസ്ഥയായി കിടക്കുകയാണല്ലേ. ചന്ദ്രയെ പരിശോധിക്കാനായി ഡോക്ടർ വന്നതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല, ഫുഡ് പോയിസൺ അടിച്ചതാണ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ആകെ അതിശയിച്ചുകൊണ്ട്, കാരണം നമ്മുടെ ചന്ദ്ര കഴിച്ച ഭക്ഷണം തന്നെയാണ് എല്ലാവരും കഴിച്ചത്, അതല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചോ എന്ന് ചന്ദ്രയോട് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര യാതൊന്നും തന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സച്ചി ഡോക്ടർ മുമ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അതേ സമയം തന്നെയാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഡോക്ടർ പോകുന്ന കാണുമ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഇതാരെ വന്നേക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്കറിയില്ല ഇത് ഡോക്ടറാണ് വന്നത്, അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി വേഗം തന്നെ ചന്ദ്രയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്രയോട് എല്ലാവരും ചോദിക്കുന്നത് നീ എന്താ പ്രത്യേകിച്ച് എടുത്ത് കഴിച്ചതെന്ന് പറയാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ ഞാൻ യാതൊന്നും തന്നെ കഴിക്കില്ല എന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പറയരുത്, ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ടെന്ന് ശ്രുതി മറുപടി പറയുകയാണ്. ആ ഒരു സമയത്ത് ചന്ദ്ര പറഞ്ഞു നീ മിണ്ടായിരുന്നുള്ളതേ നിങ്ങളൊന്നും പറയരുത്, എനിക്ക് ആകെ വയ്യാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ഓടി എന്ന് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട് നീ ഇപ്പം എന്ത് പറ്റാനാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് തന്നെ മുഖം തിരിക്കേണ്ട. ഈ സമയത്ത് രവി അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഇവള് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല എന്നും പറയുന്നു, ഇവിടെ ഉണ്ടാക്കിയതാണ് നമ്മളും കഴിച്ചത്, പിന്നെ ഇവർക്ക് എങ്ങനെ ഫുഡ് പോയിസൺ പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ജ്യൂസ് അമ്മ കുടിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ ശരിയാണ് ഇവളെ ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് ഞാനെടുത്ത് കുടിച്ചിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസിൽ നിന്ന് എന്തുണ്ടാവുന്നത്, ചിലപ്പോൾ ഇവള് വല്ല പഴയ പൈനാപ്പിളൊക്കെ മേടിച്ചൊന്നും അടിച്ചതായിരിക്കും എന്നൊക്കെ ശ്രുതി പറയുന്ന സമയത്ത് ഞാൻ പഴയതൊന്നുമല്ല പുതിയതാണ് അടിച്ചത് എന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ ചീത്തയൊന്നും മേടിച്ചോണ്ട് വരില്ല, അച്ഛൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരികയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഒന്നും തന്നെ മേടിച്ചോണ്ട് വന്നിട്ടില്ല എന്ന് രവി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതിയെ സച്ചി നോക്കിയതിന് ശേഷം പറയുകയാണ് നീയല്ലേ പറഞ്ഞത് അച്ഛൻ എനിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആർക്കും വേണ്ടി ഒന്നും തന്നെ മേടിച്ചോണ്ട് വന്നിട്ടില്ല എന്ന് രവി കുറച്ചുകൂടി ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് രേവതി വേഗം തന്നെ തല താഴ്ത്തിയിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്, സച്ചിയേട്ടന് ആ ഒരു ജ്യൂസ് കഴിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഭാഗത്ത് നീ എന്തൊരു മഹാഭാഗ്യം അതിനകത്ത് ചേർത്ത് നീ വല്ല വിഷം ചേർത്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര രേവതിനെ വഴക്ക് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അമ്മയെ വിഷമൊന്നും ചേർത്തല്ല, സച്ചിൻ്റെ വെള്ളമണി നിർത്തുന്നതിന് വേണ്ടിയിട്ട് താൻ അതിൽ കുറച്ച് പച്ചമരുന്ന് ചേർത്തിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. ആ ഒരു സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയും രേവതിനെ കുറ്റപ്പെടുത്താൻ നിനക്ക് അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് ആണെങ്കിൽ സച്ചിക്ക് തന്നെ കൊടുത്താൽ പോരായിരുന്നോ, എന്തിനാ അമ്മ കുടിച്ച സമയത്ത് നീ മിണ്ടായിരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട് എല്ലാവരും കൂടി രേവതി മോളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ, നീ എന്തിനാ ചന്ദ്രയെ കട്ട കുടിക്കാൻ പോയത്, അതുകൊണ്ടല്ലേ നിനക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായത്, നീ സച്ചിക്ക് ഉണ്ടാക്കി വെച്ച ജ്യൂസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തന്നെ കുടിച്ചല്ലേ, അപ്പം നിനക്ക് ഇതൊക്കെ വന്നേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അച്ഛനുണ്ട് അങ്ങനെ സംസാരിക്കുന്നത്, അമ്മ അത് കുടിച്ച സമയത്തെങ്കിലും അവൾക്കത് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാനത് പറയാനായിട്ട് വന്നാണ്, പക്ഷേ അമ്മ എന്നെ കൊണ്ട് യാതൊന്നും തന്നെ പറയിച്ചില്ല, മാത്രമല്ല ഞാൻ ചെന്നപ്പോഴേക്കും അമ്മ പകുതി മുക്കാലോളം കുടിച്ചു കഴിഞ്ഞിരുന്നു എന്നൊക്കെ രേവതി പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട് ആരും തന്നെ രേവതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, രേവതി ചെയ്യുന്നത് നല്ല കാര്യമാണ്, അവളുടെ ഭർത്താവിൻ്റെ കുടി നിർത്തുന്നതിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചതാണ്, പിന്നെ എന്ത് കാര്യം ചെയ്താലും ഭർത്താക്കന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ പഴി അനുഭവിക്കേണ്ടി വരുന്ന ഭാര്യമാരാണ്, അപ്പം അതിൻ്റെതായ ഒരു മനപ്രയാസം അവർക്കുണ്ടായിരിക്കും, പിന്നെ രേവതി മോളിൽ അവളുടെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ നോക്കിയത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നൊക്കെ രവി പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ രേവതി തന്നെ മനഃപൂർവ്വം തന്നെ ഒരു കുടിയനാക്കാനായിട്ട് ശ്രമിച്ചല്ലോ, രേവതി തനിക്കായിട്ട് ഇങ്ങനെ മരുന്ന് കലക്കി തന്നല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. സച്ചി വളരെ ദുഃഖത്തോട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിയേട്ടന് നന്നായിട്ട് വിഷമമായിട്ടുണ്ടെന്ന്. രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് സച്ചി പറയുന്നുണ്ട് രേവതി നീ എന്തിനും മുഴുക്കുടിയനാക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയേട്ടനെ ഞാൻ ഒരിക്കലും മുഴുക്കുടിയനാക്കിയതല്ല, സച്ചിയേട്ടൻ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം, ഇനിയിപ്പോൾ ഈ ഒരു സങ്കടത്തിൽ സച്ചിയേട്ടൻ വീണ്ടും കുടിക്കാൻ തുടങ്ങും, അതുമാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഒടുങ്ങുന്നത് വരെ ആൾക്കാർ സച്ചിയേട്ടനെ കളിയായിക്കൊണ്ടിരിക്കും, അപ്പോൾ അതൊന്നും സച്ചിയേട്ടന് താങ്ങാൻ പറ്റില്ല, സച്ചിയേട്ടൻ എന്താണെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പം അതൊന്നും ആവർത്തിക്കാതിരിക്കാനായിട്ട് ഞാൻ ഈ മരുന്ന് മേടിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി വീണ്ടും പറയുന്നുണ്ട് രേവതി ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കില്ല നിനക്ക് അറിയാൻ പാടില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചേട്ടൻ ഇപ്പം എന്നോട് പറയുന്നത് പക്ഷേ തെളിവുകളെല്ലാം ഞാൻ സച്ചേട്ടൻ കുടിച്ചു എന്നാണെന്ന് രേവതി പറയുന്നുണ്ട്. ഈ ഒരു സമയം സച്ചി പറയുകയാണ് ഒരിക്കലും ഇല്ല രേവതി നീ രാവും പകലും ഉറക്കഴിച്ചിരുന്നു എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിരുന്നൊരു വണ്ടിയാണത്, അങ്ങനെയുള്ളൊരു വണ്ടി ഞാൻ നഷ്ടപ്പെടുത്തുവാനായിട്ട് എന്തെങ്കിലും ചെയ്യുമോ രേവതി, നീ എന്നൊന്ന് മനസ്സിലാക്കുക, ആ ഒരു വീഡിയോ ആരെടുത്തു എന്ന് എന്തിനു വേണ്ടി എടുത്തു എന്ന് ഒന്നും തന്നെ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി പൊട്ടിക്കറിയാണ്ട്. ഈ സമയത്ത് രേവതിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. രേവതി വേഗം തന്നെ സച്ചിനെ സമാധാനിപ്പിക്കാണ്ട് തോളത്തേക്ക് കൈ
സംഭവിക്കേണ്ട അതേ സമയം തന്നെ സച്ചി കരഞ്ഞ സങ്കടത്തോട് തന്നെ രേവതിയുടെ മടിയിലേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് പറയാണ്, രേവതി നീ എന്നൊന്നും മനസ്സിലാക്കുക രേവതി, ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം അടിച്ചുകൊണ്ട് ഒരിക്കലും സച്ചി വണ്ടി ഓടിക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. സച്ചിയുടെ ദുഃഖം കണ്ട് വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ മടിയിലേക്ക് വീണ് കിടക്കുന്ന സച്ചിയുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.